ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു പലാസോ ചെയ്തെടുത്താലോ? നോർമൽ പലാസോ അല്ല കേട്ടോ, ഒരു സ്കേർട്ട് പലാസോ. അതായത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതേപോലെ സ്കേർട്ട് പോലെ ഉണ്ടാവും, പക്ഷേ ഇടുന്നത് നമ്മൾ സാധാരണ പാൻറ് ഇടുന്നത് പോലെയാണ് ഇടുക. അപ്പോൾ ഇതിന് സർക്കുലർ പലാസോ, സ്കേർട്ട് പലാസോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മീറ്റർ തുണിയാണ് വേണ്ടത്. മാത്രമല്ല നമ്മൾ ഇത്തിരി നല്ല വീതി കൂടിയ തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീതി കുറഞ്ഞ തുണിയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആ പീസിൻ്റെ ഇത് നല്ല വലിപ്പം കൂടും. പിന്നെ നമുക്ക് വേണ്ടത് വേസ്റ്റ് ഭാഗത്ത്, അരഭാഗത്ത് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഇലാസ്റ്റിക്കാണ് വേണ്ടത്. എൻ്റെ അടുത്തൊരു 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നീളം എത്ര കണക്കാക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ പലാസോ അല്ലെങ്കിൽ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമ്മൾ തുണി നീളത്തിലും വീതിക്കും ഒപ്പം മടക്കിയിട്ട് അതിൽ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യാറ് അല്ലേ. ഞാൻ ജസ്റ്റ് ഈ പേപ്പറിലൊന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ പാൻറ്റിൻ്റെ പലാസോക്കൊക്കെ മടക്കുന്നത് ഇതേപോലെ തുണിയുടെ നീളം ഒപ്പം മടക്കിയിട്ട് വീതിക്ക് മടക്കി കൊടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്തും അരവണ്ണം, ക്രോച്ച് ലെങ്ത്ത്, നമ്മളെല്ലാ അളവുകളും മാർക്ക് ചെയ്തെടുക്കുക ചെയ്യാറ്. പക്ഷേ സ്കേർട്ട് പലാസോക്കൊക്കെ നമ്മൾ തുണി മടക്കേണ്ടത് ഈ രീതിയിലല്ല. അപ്പോൾ അത് മടക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാനൊന്ന് ഈ പേപ്പറിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കും. ഈ സ്കേർട്ട് പലാസോക്ക് നമ്മൾ മടക്കേണ്ടത് നമ്മൾ അംബ്രല കട്ട് സൽവാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കൂലേ, ആ രീതിയിലാണ്. ഇപ്പോൾ പല കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തുണിയുടെ നീളം, മൊത്തം നീളത്തിന് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഒപ്പം മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒപ്പം മടക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഈ കോർണറിൽ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഒപ്പാക്കിയിട്ട് മടക്കിയെടുക്കുക. ഈ രീതിയിൽ വേണം നമ്മൾ സ്കേർട്ട് പലാസോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി മടക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അരവണ്ണവും ലെങ്ത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുണിയിലൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതിന് തുണി ആദ്യം ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് നീളത്തിൽ ഒപ്പം മടക്കിയെടുക്കുക. കണ്ടോ, ഇതേപോലെ മടക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഈ കോർണറിൽ നിന്ന്, അപ്പോൾ ഈ കോർണറിലൊന്ന് വിരലൊന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മടക്കുമ്പോൾ തുണി നീങ്ങിപ്പോവില്ല. ഇതേപോലെ പിടിച്ച് നമുക്കൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തിടാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുകൾ ഭാഗത്ത് അരവണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരവണ്ണം എനിക്ക് വരുന്നത് 32 ഇഞ്ചാണ്. നമ്മളിത് തുണി 4ആയിട്ടല്ലേ മടക്കിയത്, അപ്പോൾ അതിനത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ച്. കൂടെ നമ്മൾ ബാൻഡിന് ഇലാസ്റ്റിക്കൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂസും കൂടിയൊക്കെ ആയിട്ട് ഒരു 10 ഇഞ്ച്, 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് 10 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഈ 10 ഇഞ്ച് നമുക്ക് ഇതേപോലെ മുകളിൽ നിന്ന് അളന്ന് നോക്കുക. എവിടെയാണോ 10 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നത് അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കാം. നമ്മൾ ഈ 10 ഇഞ്ച് കിട്ടിയതിൻ്റെ 2 സൈഡിലും ഈക്വൽ ആണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ കോണുണ്ടല്ലോ മുകൾ ഭാഗത്തുള്ളത്, ഇതേപോലെ ഒന്ന് അളന്ന് നോക്കുക. ഇത് 13 ഇഞ്ച്, ഇപ്പുറത്ത് 13 ഇഞ്ച്. എനിക്ക് ഒരേ അളവിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി 12.5, 13 ഇഞ്ച് ആ ഒരു വ്യത്യാസമൊക്കെ വരണമെങ്കിൽ അത് കറക്റ്റ് 2 സൈഡിലും ഒരേ അളവ് തന്നെ ആക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ സെൻറ്ററിലും 13 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കാം. നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ ഇവിടുന്ന് താഴേക്ക്. അപ്പോൾ എനിക്ക് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ പട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 34. നമുക്ക് മുകൾ ഭാഗത്ത് താഴത്ത് വക്കടിക്കാനൊക്കെ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് നമുക്ക് 1.5 ഇഞ്ച് കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ 34 + 1.5 35 ഇഞ്ച് ലെങ്ത്ത്. ഇതേപോലെ നമുക്ക് ഈ അറ്റം തുടങ്ങി ടേപ്പ് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതേപോലെ നീക്കി വെച്ച് കൊടുത്തിട്ട് ഓരോ പോയിൻറ്റുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഈ പോയിൻറ്റുകൾ തമ്മിലൊന്ന് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ യോജിപ്പിച്ച്, എന്നിട്ട് നമുക്കിനി ഈ പോയിൻറ്റുകൾ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡിൽ നമുക്ക് തുണിയുടെ നീളം കുറവായിരിക്കും, ലെങ്ത്ത് തികയില്ല. അപ്പോൾ 2 പീസ് നമുക്ക് എക്സ്ട്രാ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അരഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ കൂടി അല്ല, നമ്മളിങ്ങനെ കുഴിച്ച് വരച്ച് കൊടുത്തില്ലേ, ആ ലൈനിൽ കൂടി നമുക്ക് വേസ്റ്റ് ഒന്ന് അരഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ജോയിൻ്റ് പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡും ഉണ്ട്, ചെരിഞ്ഞിട്ടുള്ള സൈഡും ഉണ്ട്. അതിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയ സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മൾ ഒരുമിച്ച് ഒരു മടക്കുണ്ടായിരുന്നില്ല, അതിന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത്.
ഇനി നമുക്ക് ഈ സൈഡിൽ, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡിൽ ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 14 ഇഞ്ചാണ് ഞാൻ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് നമുക്കൊരു 2 ഇഞ്ച് ക്രോച്ച് ഡെപ്ത്ത്, നമുക്ക് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡെപ്ത്ത് ഇതേപോലെ ഒന്ന് 2 ഇഞ്ച് നീട്ടി വരച്ച് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരക്കേണ്ടത്, ഇതിൽ നിന്ന് ആ കോർണറിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കാം. നമുക്ക് ഈ സീറ്റിൻ്റെ ഈ ഭാഗത്ത് ക്രോച്ച് ഡെപ്ത്ത് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ പാൻറ്റിന് വരയ്ക്കാറില്ലേ, ആ സെയിം പോലെ തന്നെ. നമുക്കിവിടെ കുറവ് വന്നാൽ, തികയാതെ വന്ന പീസ് ഉണ്ടല്ലോ, ആ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് ബാക്കി വന്ന ആ പീസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം ഇതേപോലെ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കയറ്റി വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കറക്റ്റ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യണതിൻ്റെയും കട്ട് ചെയ്യണതിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഏറ്റവും അവസാനം കൊടുക്കുക. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കുക, നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ രീതിയിലപ്പോൾ 2 പീസ് നമുക്ക് ഈ ഔട്ട്ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്തെന്ന് വെച്ചിട്ട് വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ഈ സീറ്റിൻ്റെ ഭാഗം നമ്മൾ കുഴിച്ച് വരച്ചില്ലേ, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് രണ്ടും ഇതേപോലെ ഒരുമിച്ച് വെക്കുക. നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ പീസും ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് പട്ടക്ക് വേണ്ട പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പട്ടയുടെ വിഡ്ത്ത് എത്ര, നീളം എത്ര വേണമെന്നുള്ളത് നമ്മൾ സ്കേർട്ടിൻ്റെ 4 മടക്കിയ ഇതുണ്ടല്ലോ, അപ്പോൾ ഈ പീസിനെ നമ്മൾ ഇതേപോലെ ഒപ്പം 2 മടക്കുക, 2 പീസ് ഇട്ടാ. എന്നിട്ട് നമുക്ക് സ്കേർട്ട് 4 മടക്കിയത് ഇതേപോലെ ഒപ്പം വെച്ച് കൊടുക്കുക. ആ സെയിം വീതി തന്നെ നമുക്കൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് പട്ടക്ക് എടുക്കേണ്ട നീളം, അതായത് സ്കേർട്ടിൻ്റെ നീളവും പട്ടയുടെ നീളവും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റിക്കിന് ഇടാനുള്ള ചുരുക്കവും കൂടി നമ്മൾ എന്തിൽ കൊടുത്തിട്ടുണ്ട്, സ്കേർട്ട് പലാസോൻ്റെ വേസ്റ്റ് ഭാഗത്ത് കൂട്ടിയിട്ടുണ്ട്. അതായത് 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ലൂസ് കൊടുത്തിട്ടാണ് നമ്മൾ 10 ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പട്ടയുടെ വിഡ്ത്ത് എത്ര വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ച് വീതിയുള്ള ലാസ്റ്റിക്കാണ് എടുത്തത്. അപ്പോൾ 1 ഇഞ്ച് വീതി, ഇനി ലാസ്റ്റിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടി, അങ്ങനെ മൊത്തം 2 ഇഞ്ച്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച്, അങ്ങനെ 3.5 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന ലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് അപ്പോൾ പട്ടയുടെ വീതിയിൽ മാറ്റം വരും കേട്ടോ. നിങ്ങളിപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ള ലാസ്റ്റിക്കാണ് എടുക്കണമെങ്കിൽ അത് എത്ര വീതിയാണ് ലാസ്റ്റിക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി ആ വീതിക്ക് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പട്ട. മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റിക്കിൻ്റെ വീതി എങ്ങനെയാണ് കണക്കാക്കാമെന്ന് നോക്കാം. നമുക്ക് എത്ര നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് വന്നത് 32 അപ്പോൾ നിങ്ങളുടെ എത്രയാണോ വേസ്റ്റ് റൗണ്ട് വന്നത് അതിൻ്റെ 4 തൊട്ട് 6 ഇഞ്ച് വരെ നമുക്ക് ലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്യാം. എൻ്റേതിപ്പോൾ 32 ഇഞ്ചാണ്. നമുക്ക് 6 ഇഞ്ച് വരെ 32 നിന്ന് കുറച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് 28 ഇഞ്ച് ലെങ്ത്തിലാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പട്ട സ്കേർട്ടിൻ്റെ നല്ല വശവും പട്ടയുടെയും സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മറ്റേ പട്ട നമുക്ക് ബാക്കിലെ പീസിലും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും പട്ട ഇതേപോലെ മുകൾ ഭാഗത്ത് പിടിപ്പിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ സീറ്റ് ഉണ്ടല്ലോ, ഈ 2 സൈഡിലെ സീറ്റും നമുക്ക് ക്രോച്ച് ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ഈ ഇതിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പാൻറ്റിനൊക്കെ എടുക്കാറുള്ള പോലെ ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ 2 കാലും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ 2 ഇതും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാലുകൾ തമ്മിൽ, താഴത്തെ ഭാഗത്ത് കാലുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കാലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴെ വക്ക് ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. താഴത്തെ വക്ക് മടക്കി അടിച്ച ശേഷം നമുക്ക് കാലുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് കൂട്ടി
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് 2 കാലുകളും ജോയിൻ ചെയ്തെടുക്കാം. വേണ്ട, ഒരു കാലിൻ്റെ വീതി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത്രയും വിരിവ് കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മടക്കി പലാസോ തുണിയുടെ ഫുൾ വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്താൽ പോലും നമുക്ക് ഇത്രയും വിരിവിൽ പലാസോ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ മടക്കി സ്കേർട്ട് പലാസോ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കേർട്ട് പോലത്തെ പലാസോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ മുകൾ ഭാഗത്ത് നമ്മൾ പട്ട പിടിപ്പിച്ചിരുന്നില്ലേ, ആ പട്ട ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് വക്ക് മടക്കി ഒന്ന് അടിച്ച് കൊടുക്കുക, നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിക്കുമ്പോൾ ഇതേപോലെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ആ ഗ്യാപ്പിൽ കൂടി ഇലാസ്റ്റിക് കടത്തി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡിലും പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും പിൻ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ ഇലാസ്റ്റിക് ഈ തുണിയിൽ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടത്തി കഴിഞ്ഞ് വരുമ്പോൾ ഇലാസ്റ്റിക്കിന് നമ്മുടെ വേസ്റ്റിനേക്കാളും നീളം കുറവായിരിക്കുള്ളൂ. അപ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോവും, അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? എന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് കടത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പിന്ന് ഊരി മാറ്റിയിട്ട് 2 അറ്റം തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. വലിച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വിട്ടു പോരരുത്, ആ രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് കടത്താൻ വിട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ചുരുക്കുകൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി കൊടുക്കുക. ഇനി ഇലാസ്റ്റിക് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇലാസ്റ്റിക് ഇങ്ങോട്ട് അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴും ഒക്കെ ഇലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി സെൻറ്ററിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചുറ്റും സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പലാസോ സ്കേർട്ട് പലാസോ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ സ്കേർട്ട് പോലെ തന്നെ വിടർന്ന് നിൽക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.